Hi Sameha. Hi Jija. So we are in Umangi Wellness Center, Malaparambe. I would like to ask you, Dr. Jija, what is Umangi and what is your journey behind it? Just tell. 13 വർഷമായി ഞാനൊരു ആയുർവേദ ഡോക്ടറായിട്ട്. അപ്പം തുടക്കത്തിൽ കൺസൾട്ടേഷൻ ആയിരുന്നു ചെയ്തത്. അതായത് വേറെ ഹോസ്പിറ്റലിൽ ഡ്യൂട്ടി ഡോക്ടറായിട്ടൊക്കെ വർക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഒരു ഗവൺമെൻറ് പ്രൊജക്റ്റിൽ മെഡിക്കൽ ഓഫീസറായിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് എന്തുകൊണ്ട് സ്വന്തമായിട്ടൊരു ക്ലിനിക്ക് തുടങ്ങിക്കൂടാന്ന് തോന്നിയത്. അങ്ങനെ സ്വാസ്ഥ്യ എന്ന് പറഞ്ഞിട്ട് ഒരു വെൽനസ് കോൺസെപ്റ്റിലുള്ളൊരു ക്ലിനിക്ക് തുടങ്ങി 6 വർഷം മുന്നേ. അതിനുശേഷം ആ ക്ലിനിക്ക് തുടങ്ങിയൊരു കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്കൊരു മെനോപോസ് ഏജിലുള്ള കുറേ പേരെ ട്രീറ്റ് ചെയ്യാൻ പറ്റി. ആ ഒരു പെരിമെനോപോസ് ഏജിലുള്ള, അപ്പം അവർക്ക് എനിക്ക് നല്ല എക്സ്പീരിയൻസ് കൊടുക്കാൻ പറ്റി. അവരുടെ ചേഞ്ചസ് ഒക്കെ കാണുമ്പം എനിക്കും ഭയങ്കര സന്തോഷം. അവരുടെ ആ ഒരു ഹാപ്പിനെസ് കാണുമ്പോൾ നമുക്കും ഭയങ്കര ഒരു ഇതാണല്ലോ. അങ്ങനെ മെനോപോസിനെ പറ്റി കൂടുതൽ കോഴ്സസ് ചെയ്തു. അതിൻ്റെ ശേഷം ഇപ്പം ഉമാങ്കി എന്ന് പറഞ്ഞിട്ട് ഒരു മെനോപോസ് സ്പെഷ്യാലിറ്റി, അതായത് മെനോപോസും വെൽനെസ്സുമാണ് നമ്മളിവിടെ അഡ്രസ്സ് ചെയ്യുന്നത്. അങ്ങനെ ഹാപ്പിനെസ് എന്നുള്ള അർത്ഥം വരുന്ന ഉമാങ്കി എന്ന് പറഞ്ഞ ക്ലിനിക്ക് നമ്മൾ തുടങ്ങി. സമീഹ എങ്ങനെയാണ് ഈ ഒരു കോഡഫിൻ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു ഇത് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ ഇതിൻ്റെ പുറകിൽ? ഓക്കെ, സോ അതൊരു ലോങ് സ്റ്റോറിയാണ്. എന്താണെന്ന് വെച്ചാൽ ഞാൻ 2009 എൻജിനീയറിങ്, കമ്പ്യൂട്ടർ സയൻസിൽ എൻജിനീയറിങ് കഴിഞ്ഞു. അത് കഴിഞ്ഞ് നല്ല രീതിയിൽ നമ്മൾ പ്ലേസ്മെൻ്റ് ഒക്കെ പോണ സമയത്ത് നമ്മളെ കമ്മ്യൂണിറ്റി ബാരിയേഴ്സ്, മാരീഡായി. ആ സമയത്ത് ഐ തോട്ട് ഓഫ് ടേക്കിംഗ് എ ബ്രേക്ക്. ആ ബ്രേക്ക് പിന്നെ ഒരു 10 years എടുത്തു. ലൈക്ക് കുട്ടികൾ, അങ്ങനെ പല പല കാര്യങ്ങളും. സോ ആ 10 years കഴിഞ്ഞ് ഇരിക്കുമ്പം ഈ 10 years എന്നോട് പലരും ചോദിക്കാറുണ്ട്, നീ എന്താ വർക്ക് ചെയ്യാത്തത്, അല്ലെങ്കിൽ നീ എന്താ, അങ്ങനെ ചോദിക്കണവരുണ്ട്. ആൻഡ് അനദർ സൈഡ് കംഫർട്ടിൽ ഇരിക്കണവരുണ്ട്. സോ ഐ ഫെൽ ലൈക്ക് ഓക്കെ, എന്തെങ്കിലും വീട്ടിലിരുന്ന് പഠിക്കാം എന്നൊക്കെ കരുതി. അങ്ങനെ ടൈം യൂസ് ചെയ്തു, ഐ യൂസ് ടു സേ. അപ്പോൾ ആദ്യം നമ്മൾ കുക്കിംഗ് നോക്കി. കുക്കിംഗ്, അതുപോലെ ഗാർഡനിങ്, ഇതൊക്കെ ഇങ്ങനെ നമ്മളെ വീട്ടിലേക്ക് ആവശ്യമുള്ള പല കാര്യങ്ങളും, കുട്ടികളെ ഡ്രസ്സ് ഡിസൈൻ ചെയ്യുക, ഇങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ നമ്മളിങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ ഇതൊക്കെ എനിക്ക് എന്നെ കണ്ടെത്താനുള്ള വഴികളായിരുന്നു എന്നാണ് പിന്നീട് എനിക്ക് മനസ്സിലായത്. ബിക്കോസ് whenever I do, I used to study a lot about it. അതായത് ചെയ്തിട്ട് തന്നെ പഠിക്കുക. ദാറ്റ് ഈസ് വാട്ട് ഐ യൂസ് ടു ഗീവ് റൈറ്റ് നൗ ഫോർ സ്റ്റുഡൻസ് ഓൾസോ. നമ്മൾ എന്ത് ചെയ്യുമ്പോഴും അത് ചെയ്ത് അല്ലെങ്കിൽ അപ്ലൈ ചെയ്താൽ ഇറ്റ്സ് മോർ ഈസിയർ. അപ്പോൾ ചെയ്യുമ്പോൾ എനിക്ക് തോന്നിയത് എപ്പോഴും എന്തെങ്കിലും ഒരു ഡിഫറൻസ് കൊണ്ടുവരണം എന്നുള്ളതാണ്. അങ്ങനെ ഇരിക്കുമ്പം മക്കൾ ഉണ്ടായ സമയത്ത്, മോള് സ്കൂളിൽ പോകാനൊക്കെ തുടങ്ങി. മോളുണ്ടായ സമയത്ത് ഐ ഫെൽ ഐ എം നോട്ട് എ ഗുഡ് പാരൻറ്റ് ഇൻ ദ സെൻസ് എനിക്ക് അവരെ ശരിക്ക് ട്രീറ്റ് ചെയ്യാൻ കഴിയുന്നുണ്ടോ എന്നൊക്കെ തോന്നി. എനിക്ക് കുട്ടികളെ പഠിപ്പിക്കാനും എന്നെ ഒന്ന് അപ്സ്കിൽ ചെയ്യാനും ഞാൻ വീട്ടിലിരുന്ന് ഈ മോണ്ടിസറി പോലത്തെ കോഴ്സ്, ചൈൽഡ് സൈക്കോളജി, പിന്നെ കുറേ ഓൺലൈനിൽ കൂടെ അന്നത്തെ റിസോഴ്സ് അനുസരിച്ചിട്ട് പഠിച്ചുകൊണ്ടിരുന്നു. ഇതിങ്ങനെ കണ്ട് പിന്നെ ദുബായിലായിരുന്നു കുറച്ചു കാലം. അപ്പോൾ ആ ഒരു എക്സ്പോഷർ നമ്മൾക്ക് എന്തായി, ഒരു പുതിയൊരു ഐഡിയയിലേക്ക് എത്തിച്ചാണ് ചെയ്തത്. അപ്പോൾ വാട്ട് ഐ വുഡ് ലൈക്ക് ടു ആഡ് ഓൺ ഇസ് 10 yearsൻ്റെ ഗ്യാപ്പ് ഞാൻ മറന്ന് ന്യൂ എന്താ എന്ന് നോക്കിയിട്ട് ഇന്നോവേറ്റീവായിട്ട് പുതിയൊരു സിസ്റ്റം കൊണ്ടുവന്നു. സോ അങ്ങനെയാണ് കമ്പ്യൂട്ടർ എൻജിനീയറിംഗ് ആണല്ലോ, അപ്പോൾ ടെക്നോളജി എങ്ങനെയാണ് സ്റ്റഡീസിൽ കൊണ്ടുവരിക, LKG മുതൽ എങ്ങനെയാണ്, അങ്ങനത്തെ ഒരു റിസർച്ച് ചെയ്ത് ആ ഒരു ഐഡിയ കൊണ്ടുവന്നു. പക്ഷെ ഇത് കൊണ്ടുവരുമ്പോൾ ഈ പറഞ്ഞ പോലെ ചാലഞ്ചസ് ഉണ്ടായിരുന്നു. എനിക്ക് ഒന്നും ചെയ്യാത്ത ഒരാൾ പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യുക, 10 years വീട്ടിലിരുന്നതിൻ്റെ മുഷിപ്പ് എല്ലാവർക്കും, അതായത് ഇനിയിപ്പോൾ എങ്ങനെയാണ് അതൊക്കെ തുടങ്ങുക എന്നുള്ളത്. പക്ഷേ ഈ ഒരു ചാലഞ്ച് എനിക്ക് എൻ്റെ സ്കൂളിൽ ഞാനിത് അവതരിപ്പിച്ചു. ഇതിനെ നമുക്ക് എന്തായി, ഒരു നാഷണൽ ലെവലിൽ ഒരു അംഗീകാരം കിട്ടി. അങ്ങനെ സ്കൂളിലൊക്കെ ട്രൈ ചെയ്ത് ആ സമയത്താണ് കോഡഫിൻ എന്നുള്ളൊരു പേരിൽ നമ്മളിത് ഇറക്കിയത്. കോഡഫിൻ ഇസ് ഓൾ അബൌട്ട് കോഡർ മീൻസ് ലാംഗ്വേജ്. അതായത് നമുക്ക് എന്ത് രീതിയിലും സൈൻ ലാംഗ്വേജ് തൊട്ടിട്ട് ഇസ് എ കോഡ്. പണ്ട് ആർമിയിൽ യൂസ് ചെയ്തിരുന്നതാണ് കോഡ്. ഇന്ന് കമ്പ്യൂട്ടറിലും എന്ത് സെൻസിങ്ങിലും നമ്മൾ കോഡും. അപ്പോൾ കോഡർ ഫിൻ എന്ന് പറയുമ്പോൾ ഫ്യൂച്ചർ ഇസ് നൗ എന്നുള്ളതാണ്. ദാറ്റ് ഇസ് ഓൾ അബൌട്ട് കോഡർ ഫിൻ. ഇപ്പം സമീഹ 6 വർഷമായില്ലേ ഈ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യുന്നു. സമീഹയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ളൊരു മൊമെൻറ്റ് ഈ ഒരു 6 വർഷത്തിൻ്റെ ഇടയിൽ ഏതാന്ന് ചോദിച്ചാൽ എന്താ പറയുക? മൊമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ എവ്രി ഡേ ഐ യൂസ് ടു എൻജോയ് വാട്ട് ഐ ഡു. കാരണം നമുക്ക് ഇഷ്ടപ്പെട്ട പാഷന് പ്രൊഫഷനായുമ്പോൾ ഉള്ളൊരു സന്തോഷം, യു നോ ഇറ്റ്. സോ അതാണ് ഏറ്റവും വലിയ ഇത് എന്നുള്ളത്. പിന്നെ അതിലേറെ ഇതിൽ
ഒരു കുട്ടീനെ അല്ലെങ്കിൽ ഒരു ഫാമിലിത്തെ ഒരാളെ അല്ലെങ്കിൽ ഒരു കമ്പനിയിൽ ആരെങ്കിലും ഒരാൾ അപ്ഗ്രേഡ് ചെയ്യുക അല്ലെങ്കിൽ അവിടുത്തെ സിസ്റ്റം ഒന്ന് അപ്ഗ്രേഡ് ചെയ്യുക എന്ന് പറയുമ്പം ഇറ്റ്സ് ഓൾവേസ് എ ഗ്രോത്ത് ഫോർ എവ്രി വൺ. സോ ആ ഒരു ഹാപ്പിനെസ്, ആ ഒരു കണ്ടൻറ്, അതായത് ഇറ്റ്സ് വെരി പീസ്ഫുള്ളാണ്, കണ്ടൻറ് കിട്ടും എന്നുള്ളതാണ്. സോ വാട്ട് ഐ ഫീൽ ദ സെയിം തിങ് ഐ വോണ്ട് അതേഴ്സ് ഓൾസോ ടു ഫീൽ എന്നുള്ളൊരു കോൺസെപ്റ്റാണ്. സോ ഇപ്പം നമ്മൾ രാത്രി ഉറങ്ങുമ്പോൾ വി ഷുഡ് ഫീൽ ഹാപ്പി. സോ അതേപോലെ ദേ ഷുഡ് ഓൾസോ ഫീൽ ഹാപ്പി. സോ ആ ഒരു മൊമെൻ്റ് ഐ യൂസ് ടു എൻജോയ് എവറി ടൈം. അപ്പോൾ എനിക്കുള്ളൊരു സക്സസ് സ്റ്റോറീസ് കുറേ ഉണ്ട് പറയാൻ. സോ വൺ തിങ് ഐ വുഡ് ലൈക്ക് ടു സേ, ഇപ്പം ഒന്നൊരു കുട്ടിയുടെ കാര്യം ഞാൻ പറയാം. ഈ കുട്ടി തീരെ പഠിത്തത്തിൽ ശ്രദ്ധിക്കണില്ല എന്ന് പറഞ്ഞിട്ട് എന്തെടുക്കണം എന്ന് പോലും അറിയില്ല എന്ന് പറഞ്ഞിട്ട് വന്നതായിരുന്നു. സോ നമ്മളൊരു 2 hours കൊണ്ട് ഈ കുട്ടീനെ കറക്റ്റായിട്ട് മൈൻഡ് മാപ്പ് ചെയ്തിട്ട് ആ കുട്ടീൻ്റെ ആ ബ്ലോക്ക് മാറ്റി ഈ കുട്ടീനെ ഹിസ് പേഴ്സോണ ഈസ് ആക്ച്വലി കുറച്ച് ഡ്രോയിങ് ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞ് അങ്ങനെ, പിന്നെ കുറച്ച് ഇരുന്നിട്ട് വർക്ക് ചെയ്യുന്നതും ഹാൻഡ് കിനസ്തെറ്റിക്കും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളായിരുന്നു. കൂടുതൽ വിഷ്വൽ ഇൻ്റലിജൻസ് ആണ്. അപ്പോൾ ഈ കുട്ടീനെ ഞാൻ ഇങ്ങനെ ഡയറക്റ്റ് ചെയ്തു, ഇങ്ങനെ ഒരു ഫീൽഡായ എങ്ങനെ ഉണ്ടാവും. ഹി വാസ് സ്റ്റക്ക് ഇൻ ഹ്യൂമാനിറ്റീസ്, സൈക്കോളജി എന്തൊക്കെ എടുത്തിട്ട് സ്റ്റക്കായിരിക്കുമായിരുന്നു. അതിൽ അവനൊരു കറക്റ്റ് ക്ലാരിറ്റി ഇല്ല. അപ്പോൾ എന്താ വെച്ചാൽ ഇവനെ ഇങ്ങനെ പറയുന്ന ഒരാളല്ല, കൈകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ്. അപ്പം അങ്ങനത്തെ ഒരാൾക്കുള്ളൊരു പ്രൊഫൈലിംഗ് നമ്മൾ ചെയ്യുകയും ഈ കുട്ടി ഇന്ന് നല്ല രീതിയിൽ ഇൻറ്റീരിയർ ഡിസൈനിങ് കോഴ്സ് പഠിക്കുക മാത്രമല്ല അതിൻ്റെ പ്രൊഫഷനിലേക്ക് ഇൻറ്റേൺഷിപ്പായിട്ട് വർക്ക് ചെയ്യേണ്ടതെന്ന് അറിഞ്ഞപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം തോന്നി. ഇതുപോലത്തെ ഒരുപാട് സ്റ്റോറീസ്. സോ ആ കുട്ടീനെ കറക്റ്റായിട്ട് പ്ലേസ് ചെയ്തു, അവരുടെ മനസ്സിൽ ഇഷ്ടമുള്ളതിലേക്ക് ഇണങ്ങിയതിലേക്ക് കൊടുത്തു. സോ നമ്മളൊക്കെ ഉള്ളിൽ കുറേ അൺസ്ട്രക്ചേർഡ് ഡ്രീംസും ഡേറ്റാസും ഉണ്ട്. പക്ഷെ അത് കളക്ട് ചെയ്യാനുള്ള ഒരു സോഴ്സോ അല്ലെങ്കിൽ അതിനെ റീഡയറക്റ്റ് ചെയ്യുക, അൺലേൺ ചെയ്തിട്ട് റീലേൺ ചെയ്യിപ്പിക്കുക, അങ്ങനെ ഒരു സംഭവം ആരും ചെയ്യണില്ല. സോ അതാണ് നമ്മൾ ഒരു ഡിഫറെൻറ്റ് വേയിൽ ചെയ്യണത്. ഇനി ഇതന്നെ നമ്മൾ കമ്പനി പേഴ്സ്പെക്റ്റീവിൽ പറയുകയാണെങ്കിൽ ഒരാൾക്ക് ഓൾറെഡി ഫേർണിച്ചർ ഷോപ്പ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഇയാൾ വന്നിട്ട് എന്നോട് പറഞ്ഞു, എനിക്കിങ്ങനെ ഒരു കൺസെപ്റ്റ് ഉണ്ട്, അതായത് ഇപ്പം ഈ തേക്കിൻ്റെ റൂട്ടൊക്കെ കൊണ്ട് കുറച്ച് ബിസിനസ്സൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ആളിനെ കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, അതിനെ ഒരു സ്പെഷ്യലൈസ്ഡ് സംഭവം ഉണ്ടാക്കി ഒരു പ്രോഡക്റ്റ് ഡിസൈൻ ചെയ്യിപ്പിച്ചിട്ട് അതിനെ കുറച്ച് ലിമിറ്റഡ് ആയിട്ട് എഡിഷനിൽ ഉണ്ടാക്കിയാൽ തന്നെ അയാൾക്ക് വലിയൊരു പ്രോഫിറ്റ് കിട്ടാൻ തുടങ്ങുകയാണ് എന്നുള്ള ആ ഒരു ഹാപ്പിനെസ്. സോ ദാറ്റ് മീൻസ് ആ ഒരു പെർട്ടിക്കുലർ തിങ്ങിനെ നമുക്ക് സ്കെയിൽ ചെയ്യാൻ പറ്റി. അങ്ങനെ ഒരുപാട് ആൾക്കാരെ നമുക്ക് എന്താണ് ഒരു ഓപ്പണിലേക്ക് നമ്മൾ പറയും ഒരു 40 years ആയാലാണ് ശരിക്കും നമുക്ക് ഐഡിയാസ് വരിക, അല്ലെങ്കിൽ നമ്മളെക്കുറിച്ച് അറിയാം. സോ ദാറ്റ് വാസ് ജസ്റ്റ് ബിക്കോസ് നോബഡി വാസ് ദെയർ അസ് ടു സപ്പോർട്ട് ഓർ ഗൈഡ്. പക്ഷേ നമ്മളൊക്കെ ഇങ്ങനെ ഇറങ്ങിയപ്പോൾ ചിന്തിച്ചത് എന്തുകൊണ്ട് ഏർലിയസ്റ്റ് 10 വയസ്സ് അല്ലെങ്കിൽ 18 വയസ്സ് ആ സമയത്ത് തന്നെ നമുക്കിത് ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും തുടങ്ങുമ്പോൾ തന്നെ കുറച്ച് സ്ട്രക്ചേർഡിൽ ചെയ്യാം എന്നുള്ളത് ആണ്. ദാറ്റ് ഇസ് വാട്ട്. സോ ഓൾവേസ് ഫീലിംഗ് ഹാപ്പി ടു ഡു ദിസ്. ഐ എം വെരി ഹാപ്പി വിത്ത് മൈ ജോബ് ആൻഡ് കണ്ടന്റ്. താങ്ക് യു. So same way I would like to ask you one of the story of the happiest client or success story in Umangi. ഇപ്പം സമീഹ പറഞ്ഞ പോലെ തന്നെ നമുക്കിപ്പോൾ ഒരു 1 day മസാജിന് വന്നിട്ട് ഒരാൾ ഡോക്ടറെ ഞാൻ ഭയങ്കര ഫ്രഷായി അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര റിലാക്സ്ഡ് ആയിട്ട് ഉള്ള പോലെ തോന്നുന്നു എന്നൊക്കെ പറയുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. ഒരു മണിക്കൂറിൽ അല്ലെങ്കിൽ ഒരു 1.5 മണിക്കൂറിൽ അവർ അവർക്ക് കിട്ടുന്ന ഒരു റിസൾട്ട് നമ്മളെടുത്ത് പറയാമെന്ന് പറയുമ്പോൾ. ഡോക്ടർ, നമ്മളിവിടെ ഇപ്പം നിങ്ങൾ ഉമാങ്കി വെൽനെസ്സിൽ ഇവിടുത്തെ ഫെസിലിറ്റീസ് അതുപോലെ ഇവിടെ കൊടുക്കുന്ന സർവീസസ് ഇതിനെക്കുറിച്ചൊക്കെ ഒന്ന് പറഞ്ഞു തരുമോ? ഇവിടെ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ളത് മെനോപോസ്, വെൽനെസ്, പോസ്റ്റ് നേറ്റൽ കെയർ. ഇപ്പോൾ ഒരു മെനോപോസ് ആണെങ്കിൽ അവർക്കൊരു ഇൻ്റഗ്രേറ്റഡ് അപ്രോച്ചാണ് ഇവിടെ കൊടുക്കുന്നത്. ഇപ്പം ആയുർവേദം ഉണ്ടാവും, അതിൻ്റെ കൂടെ യോഗ തെറാപ്പി ഉണ്ടാവും, കൗൺസിലിംഗ് ഉണ്ടാവും, മെഡിറ്റേഷൻ പോലത്തെ കാര്യങ്ങളുണ്ടാവും. അതേപോലെ ഇപ്പോൾ പോസ്റ്റ് നേറ്റൽ കെയർ ആണെങ്കിലും എന്തിലും ഇങ്ങനെ ഒരു ഇൻ്റഗ്രേറ്റഡ് അപ്രോച്ച് കൊണ്ടുവരാറുണ്ട്. ഇപ്പം ഒരു ജനറൽ വെൽനെസ്സിന് വരുന്ന ആളാണെങ്കിലും ഒരു ഉറക്കമില്ലാത്ത ഒരാൾ അല്ലെങ്കിൽ തടി കുറഞ്ഞിക്കാൻ വരുന്ന ആൾ, അങ്ങനെ പല രീതിയിലും ട്രീറ്റ്മെൻറ്റ്സിനായിട്ട് ആളുകൾ വരാറുണ്ട്. ഇപ്പം ഈ ഒരു മെനോപോസ് സ്പെഷ്യാലിറ്റിയിലേക്ക് വരാനുള്ളൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊരു കുറച്ച് കാലം ഒരു മെഡിസിൻ ഇൻഡ്യൂസ്ഡ് മെനോപോസ് എന്നുള്ളൊരു കണ്ടീഷൻ എനിക്കുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് നന്നായിട്ട് മനസ്സിലായി ആ ഒരു മെനോപോസൽ ഏജിൽ അല്ലെങ്കിൽ ആ ഒരു പെരിമെനോപോസിലേക്ക് പോകുന്ന ലേഡീസ്
എത്രത്തോളം ബുദ്ധിമുട്ടുന്നുണ്ട് എന്നുള്ളത്. പക്ഷേ ബാക്കി നമ്മുടെ പ്രഗ്നൻസിയോ അല്ലെങ്കിൽ ഈ ഒരു ഡെലിവറിയോ പോലെ ആളുകൾ ഇതിനെപ്പറ്റി അത്ര കൺസേൺഡ് അല്ല. അല്ലെങ്കിൽ അവർ എത്രത്തോളം ഇതിനൊരു ഈ സമയത്തിന് ഒരു കെയർ കൊടുക്കണമെന്നോ അല്ലെങ്കിൽ എത്രത്തോളം എന്നുവെച്ചാൽ ശരിക്കും മെനോപോസിനെ പറ്റി വീട്ടിലുള്ള എല്ലാവർക്കും ഒരു അറിവ് വേണ്ട ഒരു കാര്യമാണ്. ആ ഒരു മെനോപോസ് ഏജിൽ ലേഡിക്ക് കുറേ ചേഞ്ചസ് വരുന്നുണ്ട്. അപ്പോൾ അവർ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ടാവും, ലൈഫിൽ വരുത്തേണ്ട മാറ്റങ്ങളുണ്ടാവും. ശരിക്കും അതൊരു പുതിയ ഫേസ് തന്നെയാണ്. അപ്പോൾ ആ ഒരു ഫേസിനെ എങ്ങനെ നന്നാക്കി കൊണ്ടുപോകാം എന്നൊക്കെ ഉള്ളത് എല്ലാവരുടെയും ഒരു ഹെൽപ്പ് വേണം. അപ്പോൾ അങ്ങനെ ഒരു എല്ലാവരെയും ഹെൽപ്പ് ചെയ്യാം, അതൊരു നല്ല കാര്യമായിരിക്കും എന്നുള്ളത് കൊണ്ടാണ് ആ ഒരു മെനോപോസ് തന്നെ എടുക്കാനുള്ള കാരണം. അപ്പം ഈ ഒരു ഇപ്പം മെനോപോസിൻ്റെ എല്ലാ വശങ്ങളും, ഇപ്പോൾ ഒരു മെനോപോസ് കഴിഞ്ഞിട്ടുള്ളൊരു ലേഡിക്ക് മുട്ടുവേദന ഉണ്ടാവാം, അല്ലെങ്കിൽ ഈ ആർത്രൈറ്റിസ് പോലത്തെ സംഭവങ്ങൾ വരുന്നുണ്ടാവാം, അവരിൽ വെയിറ്റ് ഗെയിൻ ഉണ്ടാവാം, സ്ലീപ്പിന് പ്രശ്നം ഉണ്ടാവാം, പെട്ടെന്ന് ദേഹമൊക്കെ ഭയങ്കരമായിട്ട് പുകച്ചിൽ പോലത്തെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം. പിന്നെ അവർക്ക് ആ ഒരു എന്താ പറയുക, ഇപ്പോൾ ഒരു സെക്സിനോടുള്ള ഇൻട്രസ്റ്റ് കുറയുക, അങ്ങനെ തന്നെ ഫാമിലിയിൽ ഇഷ്യൂസ് വരിക, അങ്ങനത്തെയൊക്കെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഒരു പ്രോപ്പറായിട്ടുള്ളൊരു കൗൺസിലിംഗ് അവിടെ എന്തായാലും ആവശ്യമാണ്. അപ്പോൾ ഇതൊക്കെ കൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റാണ് ഇവിടെ ചെയ്യുന്നത്. ഇവിടുത്തെ അക്കോമഡേഷൻ ഫെസിലിറ്റീസ് ഒക്കെ ഒന്ന് പറയുമോ? ഇവിടെ നമുക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യാറുള്ളത് OP ബേസിസിലും പിന്നെ IP ബേസിസിലുമാണ്. അപ്പോൾ OPയിൽ ട്രീറ്റ്മെൻറ്റ് പേഷ്യൻസ് വന്ന് ട്രീറ്റ്മെൻറ്റ് എടുത്ത് പോകാറുണ്ട്. പിന്നെ IP ആണെങ്കിൽ ഇപ്പം ഇവിടെ 6 റൂംസാണുള്ളത്. അപ്പം അങ്ങനെയാണ് ആ ഒരു അക്കോമഡേഷൻ ഫെസിലിറ്റി അങ്ങനെയാണ് വരുന്നത്. പിന്നെ ചില കേസിൽ ഇപ്പം ക്ലിനിക്കിലേക്ക് വരാൻ പറ്റാത്തവരൊക്കെ ആണെങ്കിൽ നമ്മൾ അവിടെ അവർക്ക് വീട്ടിൽ ട്രീറ്റ്മെൻറ്റ്സ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ഓക്കെ റെഗുലറായിട്ട് ഇപ്പം പോസ്റ്റ്നേറ്റലാണെങ്കിൽ റെഗുലറായിട്ട് അങ്ങനെ ഇപ്പോൾ പോസ്റ്റ്നേറ്റൽ 14 ഡേയ്സ് അങ്ങനെ. അതെ. ഇപ്പോൾ പോസ്റ്റ്നേറ്റലാണെങ്കിലും 14, 21, 28 ഡേയ്സ് ഒക്കെയാണ് ആളുകൾ പ്രിഫർ ചെയ്യുന്നത്. ഓക്കെ സോ ദാറ്റ് ഈസ് ഓൾ അബൌട്ട് ഇറ്റ്. അതെ. ഓക്കെ. അപ്പം എനിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങൾ ഇപ്പം മെനോപോസ് അല്ലാതെ വേറെ എന്തൊക്കെയാണ് ഇവിടെ, ലൈക്ക് വേറെ എന്തൊക്കെ ട്രീറ്റ്മെൻറ്റ്സിനാണ് നോർമലി ഇപ്പം ജനറലി ഇപ്പം നമുക്ക് എന്തിനൊക്കെയാണ് ഇവിടെ വരാൻ പറ്റുക? മെനോപോസ് അല്ലാതെ നമ്മളിവിടെ ചെയ്യുന്നത് എല്ലാ ആയുർവേദ പഞ്ചകർമ്മ ട്രീറ്റ്മെൻറ്റ്സും ഇവിടെ ചെയ്യാറുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു ഇൻസോംനിയ കണ്ടീഷൻ, ഇപ്പോൾ ഒരു ഉറക്കക്കുറവ് അല്ലെങ്കിൽ എന്താ വെയിറ്റ് ഗെയിൻ വരിക, പിന്നെ ഈ ലോ ബാക്ക് പെയിൻ, അങ്ങനത്തെ ഒരു പെയിൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. ഉമാങ്കിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ ജീജ പറഞ്ഞു. പക്ഷെ എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പോൾ സപ്പോസ് വർക്കിംഗ് ആയിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ ട്രാവലിംഗ് ഒഴിവില്ല, ഒരു ഇത്രയും ദിവസമൊന്നും 7 days 14 days ഒന്നും ചെയ്യാൻ പറ്റില്ല, അപ്പോൾ അവർക്ക് എന്താ നിങ്ങൾ ചെയ്യണത് എന്ന് പറയാൻ പറ്റുമോ? 1 day ട്രീറ്റ്മെൻറ്റ്സ് ആയിട്ട് നമ്മളിവിടെ ചെയ്യാറുള്ളത് റിലാക്സേഷൻ മസാജ് പോലെയുള്ളതൊക്കെ. എന്നുവെച്ചാൽ കുറേ പേര് ഒരു ഇതേപോലെ ഒഴിവില്ലാത്തവരൊക്കെ ആണെങ്കിൽ വന്നിട്ട് ഒരു ദിവസത്തേക്ക് ഒരു മസാജ് ചെയ്യും. അതിൻ്റെ കൂടെ അവരൊരു മീ ടൈം എൻജോയ് ചെയ്യാൻ കൂടെ വേണ്ടിയാണ് വരുന്നത്. ഇപ്പം മസാജ് ഉണ്ടാവും, കൂടെ സ്റ്റീം ഉണ്ടാവും, പിന്നെ എന്താ പറയുക, അതിൻ്റെ കൂടെ ലേപനങ്ങൾ, അതായത് എന്തെങ്കിലും തരത്തിലുള്ള ഈ ഒരു ഹെർബൽ മെഡിസിൻ്റെ പേസ്റ്റ് ബോഡിയിൽ അപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ ഞവര പോലത്തെ കാര്യങ്ങളൊക്കെ ഒരു ദിവസത്തേക്ക് ചെയ്യുക, ഞവരയുടെ ഫേഷ്യൽ ചെയ്യുക, ഇങ്ങനെയൊക്കെ ആയിട്ട് വരാറുണ്ട്. അപ്പം അതധികവും എനിക്ക് തോന്നുന്നു ഈ കോർപ്പറേറ്റ്സിലുള്ളവരൊക്കെ ആണെങ്കിലും അല്ലെങ്കിൽ ചില ഡോക്ടേഴ്സൊക്കെ ആണെങ്കിലും 1 day മസാജിനായിട്ട് വരാറുണ്ട്. അവർക്ക് അധികം ദിവസം ടൈം ഉണ്ടാവില്ല. ചിലപ്പം 7 days 14 days ഒക്കെ ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ റെസ്റ്റിനൊന്നും ടൈം ഉണ്ടാവില്ല. അവരൊക്കെ 1 day മസാജും അല്ലെങ്കിൽ ഒരു 1 day ഒരു വെൽനെസ് പാക്കേജ് ചൂസ് ചെയ്യാറുണ്ട്. ഓക്കെ. പിന്നെ എനിക്ക് ചോദിക്കാനുള്ളത് നിങ്ങളെ പ്രോഡക്ട്സിനെ കുറിച്ചാണ്. സോ ഹൗ ഇസ് ഇറ്റ് മെയ്ഡ്, ഓർ യുവർ ഇൻ ഹൗസ് ആണോ? സോ എനി ഇന്നോവേഷൻ ഇൻ ദാറ്റ്, അതൊന്ന്. പ്രോഡക്ട്സ് ആണെങ്കിൽ നമ്മളിപ്പോൾ ഒരു ഇന്നോവേറ്റീവ് പ്രോഡക്റ്റ് ആയിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്നത് ഇപ്പം മെനോപോസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്കാണ്. അല്ലാതെ നമ്മൾ ചെയ്യുന്നത് ഒരു വലിയ പ്രോഡക്റ്റ് റേഞ്ച് ഒന്നും ഇല്ല. ലിപ് ബാം, അതുപോലെ പിന്നെ ആയുർവേദ ഹെർബൽ സോപ്പ്, അങ്ങനത്തതൊക്കെ ചെയ്യുന്നുള്ളൂ. പിന്നെ ചില മെഡിസിൻസ് ചില കണ്ടീഷനുള്ളതൊക്കെ നമ്മളിവിടെ തന്നെ പ്രിപ്പയർ ചെയ്ത് കൊടുക്കുകയാണ്. അല്ലാത്ത ക്ലാസിക്കൽ പ്രോഡക്ട്സ് ഒക്കെ നമ്മൾ വേറെ വാങ്ങിക്കുക തന്നെയാണ് ചെയ്യുന്നത്. ഓക്കെ താങ്ക് യു. സോ നെക്സ്റ്റ് യു ക്യാൻ ആസ്ക് മീ അല്ലേ? അവിടെ അപ്പം സമീഹ ഇപ്പോൾ ഈ ഒരു കോഡഫിൻ
തുടങ്ങും, അതായത് ഈ ഒരു കോഡിങ് കുട്ടികൾക്കും പഠിക്കാം എന്നുള്ളൊരു ഇത് തുടങ്ങുന്ന സമയത്ത് സമയമൊക്കെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ കുട്ടികൾ ഇതെങ്ങനെ എടുക്കും, അല്ലെങ്കിൽ അവരിലേക്ക് എനിക്ക് എങ്ങനെ ഇത് എത്തിക്കാം എന്ന് വെച്ചാൽ കുട്ടികൾക്ക് എന്തായാലും ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവും. ഇപ്പം കമ്പ്യൂട്ടറും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവും. പക്ഷേ സമീഹ വിചാരിച്ച പോലെ അവരെ പഠിപ്പിക്കാൻ പറ്റുന്നൊക്കെ അങ്ങനെയൊക്കെ കോൺഫിഡൻ്റ് ആയിരുന്നു, അല്ലെങ്കിൽ ആ ഒരു ഏർലി പീരീഡിലൊക്കെ എങ്ങനെയായിരുന്നു അത്? ആക്ച്വലി കോഡിംഗ് എന്ന് പറയുമ്പോൾ 2018 ഈ ഒരു കോൺസെപ്റ്റ് നമ്മളിങ്ങനെ കോയിൻ ചെയ്യണത്. സോ ആ സമയത്തൊന്നും ഇത്ര ഡിജിറ്റൽ എറ ആയിരുന്നില്ല, വരുന്നേ ഉള്ളായിരുന്നു. സൂം പോലും ഉണ്ടായിരുന്നില്ല. ആക്ച്വലി ഓൺലൈൻ ക്ലാസ്സസ് ഒക്കെ നമ്മൾ 5 years കഴിഞ്ഞിട്ടുള്ള പ്ലാൻ എന്ന് പറഞ്ഞിട്ട് മാറ്റി വെച്ചത്, ലൈഫ് സ്കിൽ അനാലിസിസ്, ഇതൊക്കെ മാറ്റി വെച്ച പ്രോഗ്രാംസ് ആയിരുന്നു. പക്ഷേ എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ നമ്മൾ ആക്ച്വലി ഇത് കൊണ്ടുവരുന്ന സമയത്ത് തന്നെ 2019 ആയപ്പോഴത്തേന് നമ്മൾ ലോക്ക്ഡൗൺ വന്നു, എൻഡ് ഓഫ് 2020 സ്റ്റാർട്ട് ചെയ്ത സമയത്ത്. സോ അവിടെ നമുക്ക് ഇത് ഇൻസ്റ്റലേഷൻ ഈസിയായി. കാരണം ആൾക്കാർ സൂം വന്നു, വീട്ടിലിരുന്ന് എന്ത് ചെയ്യണം എന്നുള്ളത് വന്നു. ആക്ച്വലി ആ സമയത്ത് നമുക്ക് ഭയങ്കര ബൂമായിരുന്നു. ഈ പറഞ്ഞ പോലെ പഠിപ്പിക്കാനുള്ള സ്റ്റൈല് ഐ ഓൾറെഡി ലേൺഡ് അബൌട്ട് മോണ്ടിസറി. കുട്ടികളെ തൊട്ട് എങ്ങനെയാ സൈക്കോളജിക്കലി പഠിപ്പിക്കുക എന്നുള്ളത് ഓൾറെഡി നമ്മൾ എക്യുപ്ഡ് ആയതുകൊണ്ട് നമ്മളെ കുട്ടികളെ മനസ്സിലാക്കി, സ്വന്തം 3 മക്കളാണ്, അപ്പോൾ അവരുടെ മനസ്സിലാക്കിയിട്ടാണ് അടുത്ത ഇതിലേക്ക് പോയത്. അപ്പോൾ തോന്നി കുട്ടികളെ പഠിപ്പിക്കാം. അപ്പോൾ അങ്ങനെ വീട്ടിലിരുന്ന് ഒരു 15 സ്റ്റുഡൻസിലാണ് ഫസ്റ്റ് ബാച്ച് തുടങ്ങിയത്, ഓൺലൈനായിട്ട്. ഫ്രണ്ട്സ് ആൻഡ് നമ്മളെ അലുമിനൈസും അങ്ങനെയുള്ള ഗ്രൂപ്പിലൊക്കെ മാത്രം ഇട്ടിട്ട്, ഫാമിലിയിൽ മാത്രം ഇട്ടിട്ട് അങ്ങനെ തുടങ്ങിയതായിരുന്നു. പക്ഷെ ആ സമയത്ത് വേറൊരു സോഴ്സ് ഉണ്ടായിരുന്നില്ല. ആക്ച്വലി 2020 ലോക്ക്ഡൗൺ സമയത്താണ് നമ്മൾ തുടങ്ങുന്നത്. ഇപ്പോൾ 5 years കഴിഞ്ഞു, 6 years ആയി. പക്ഷെ ഇത് തുടങ്ങിയിട്ട് 5 years ആണ്. പിന്നെ കോഡിങ് എന്നുള്ളത് നമുക്കറിയാം, ഒരു സമയം കഴിഞ്ഞപ്പം ഈവൻ അഡൽട്സിനും ഇതുപോലെ ഡോക്ടേഴ്സിനും ഒക്കെ പഠിക്കണം നിർബന്ധമായി ഈ ഒരു വേൾഡായി നമ്മൾ. അപ്പോൾ ആ സമയത്ത് ഇതൊന്നും കൂടിയും പുഷായിരുന്നു. 2022 വരെ വളരെ നല്ല രീതിയിൽ ഓൺലൈൻ വേർഷൻസ് പോയിരുന്നു. പിന്നീട് ബ്രേക്ക് വന്നത് 2021-22 വരുമ്പം നമുക്കറിയാം, കൊറോണയൊക്കെ മാറി ആൾക്കാർ സ്ലോലി പഴയ ഫേസിലേക്ക് പോയി. പഴയ ഫേസിൽ പോകുമ്പോഴും ദ സഡൻ ചേഞ്ചസ് ഓൾറെഡി ദെയർ അല്ലേ, ഒരു ഫാസ്റ്റ് ചേഞ്ച് അവിടെ ഉണ്ട്. അപ്പം നമുക്ക് ഇത് ഒഴിവാക്കേണ്ട ആവശ്യം ഇന്നേ വരെ, ഈവൻ ടുഡേ I didn't have to stop it, but still I could say ഇത് എന്താണ് ഭയങ്കര ബൂമിങ് നിന്നു എന്ന് തന്നെ പറയാം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മളെ ഒരു മാറ്റി വെച്ച കുറച്ച് പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ 5 years തൊട്ടുള്ള, ലൈക്ക് ടീച്ചേഴ്സ് ട്രെയിനിങ്, അതുപോലെ ഈ പറഞ്ഞ പോലെ തന്നെ ഡിസൈൻ തിങ്കിങ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ വീട്ടിലിരുന്നിട്ട് തന്നെ ഞാൻ ഓൺലൈനിൽ കൂടെ സ്റ്റാൻഫോർഡിൻ്റെ IBMൻ്റെ ഒക്കെ കോഴ്സുകൾ ഓൺലൈനിൽ ചെയ്ത് വാട്ട് എവർ ഐ യൂസ് ടു അപ്ലൈ എന്നുള്ളതാണ് അഗെയിൻ ഐ വുഡ് ലൈക്ക് ടു ഹൈലൈറ്റ്. അത് അപ്ലൈ ചെയ്യാൻ തുടങ്ങി. അതിന് നമുക്ക് ഈ നെറ്റ്വർക്ക്സ്, ലൈക്ക് ഇപ്പം നമ്മൾ തന്നെ ബെന്നാണെങ്കിലും പല നെറ്റ്വർക്ക്സ് നമ്മൾ തുടങ്ങിയത് സ്റ്റാർട്ടപ്പ് മിഷൻ തൊട്ടാണ്. ടൈ, അതുപോലെ BNI, ഇതൊക്കെ യൂസ് ചെയ്തിട്ടാണ്. സോ ഈ നെറ്റ്വർക്ക്സിലൂടെ തന്നെ എനിക്കത് ഗ്രോ ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. അപ്പോൾ ഇന്ന് നമ്മൾ പുതിയ ഇന്നോവേഷൻസ് ഡെവലപ്പ് ചെയ്യുക. സോ ദാറ്റ് ഈസ് എ ടേം ഡിസൈൻ തിങ്കിങ്. സോ പേഴ്സണലി എനിക്ക് ഫേവറേറ്റ് ആയ ഫീൽഡാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞില്ല, നമ്മളെ കണ്ടെത്തി എന്നുള്ളിടത്ത് നമ്മൾ എന്ത് ചെയ്യുമ്പോഴും അതിലെന്തെങ്കിലും ഒരു പുതിയ കാര്യം ഡെയിലി കൊണ്ടുവരണം എന്നുള്ളൊരു ആശയം. അപ്പോൾ ഈ ആശയം തന്നെ ചെറിയ കുട്ടികളെ തൊട്ട്, ഇപ്പോൾ സപ്പോസ് എനിക്കും ഒരു ഫോൾട്ട് വന്നത്, നമ്മളിപ്പം കമ്പ്യൂട്ടർ ഇൻട്രസ്റ്റ് ഇല്ലാത്ത കുട്ടികളുണ്ടാവും കോഡിങ് പഠിപ്പിക്കുമ്പോൾ. സോ ഇറ്റ്സ് എ തിങ്, ലൈക്ക് നമുക്കൊരു ലിറ്ററസി എന്നുള്ള രീതിയിൽ പഠിപ്പിക്കാം എന്നുള്ളതും, പക്ഷെ സ്കെയിൽ ചെയ്യണമെങ്കിൽ ഇറ്റ്സ് നോട്ട് പോസിബിൾ. സോ ഐ തോട്ട് ഓഫ് ലൈക്ക് ഡിസൈൻ തിങ്കിങ്ങിലൂടെ കുട്ടികളെ ഞാൻ പേഴ്സണലി ചെയ്യുന്നുണ്ട്. 2 hour കൊണ്ട് നമുക്ക് കുട്ടികളെ ഇപ്പം പേഴ്സോണ മനസ്സിലാക്കാം. ഇപ്പം ഡോക്ടർ ജീജ ഒരു പേഴ്സണാലിറ്റി ഉണ്ടാവും, അത് വെച്ചിട്ടുള്ള ജോബാണ് യു ആർ കറന്റ്ലി ഡൂയിങ്, ദാറ്റ് ഇസ് വൈ യു ആർ സസ്റ്റെയിനിങ്. സോ അതുപോലെ ഓരോ ആൾക്കാർക്ക് ഏത് ഫീൽഡാണ്, അല്ലെങ്കിൽ ഫീൽഡിലെങ്കിൽ തന്നെ വാട്ട് ഈസ് ദ പ്രൊഫൈൽ ദേ ഹാവ്, പാഷൻ, ഇൻ്റലിജൻസ്, മൈൻഡ് മാപ്പിംഗ്, ഇതൊക്കെ ചെയ്തിട്ടാണ് നമ്മളത് ചെയ്യുക. ഞാൻ ലേണിംഗ് ഡിസേബിലിറ്റിയുടെ ഒരു ചെറിയ കോഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനത് കോഴ്സ് ചെയ്ത് പിന്നെ ഞാൻ അതിലേക്ക് പോകാതിരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു ഭയങ്കര വാസ്റ്റായിട്ടുള്ളൊരു സബ്ജക്റ്റാണ്. അപ്പോൾ എൻ്റെ പാഷൻ വിട്ടിട്ട് വേണ്ടി വരും ഞാൻ ചിലപ്പോൾ അതിലേക്ക് പോകേണ്ടി വരേണ്ടതെന്ന് വെച്ചതുകൊണ്ട് മാത്രമേ ഞാൻ ആ ഒരു ബേസിക് കോഴ്സിൽ അത് ഞാൻ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ അവിടെ അന്ന് എനിക്ക് മനസ്സിലായൊരു കാര്യം, ഈ കുട്ടികളിൽ ഉണ്ടാകുന്ന ഒരു ലേണിംഗ് ഡിസേബിലിറ്റി അല്ലെങ്കിൽ അങ്ങനത്തെ ഇഷ്യൂസ് അഡ്രസ്സ് ചെയ്തിട്ട് അതിനൊരു റെമഡിയേഷൻ കൊടുക്കുക എന്നുള്ളത്
നമ്മൾ ആ കുട്ടിയോട് ചെയ്യുന്ന ഏറ്റവും വലിയൊരു നല്ല കാര്യമാണ്. എന്ന് വെച്ചാൽ ഒരാൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ഗിഫ്റ്റായിരിക്കും അത്. അപ്പോൾ ആ ഒരു രീതിയിൽ പറയുകയാണെങ്കിൽ സമീഹ വളരെയധികം സക്സസ്ഫുൾ ആയിട്ട് ഭയങ്കര ഒരു ബ്ലെസ്സിങ്, കുട്ടികൾക്കൊരു ഭയങ്കര ബ്ലെസ്സിങ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഗ്രേറ്റ്. ഓക്കെ, അപ്പോൾ ഇനി ഞാൻ ചോദിക്കല്ലേ? സോ ഇനി എനിക്ക് ഐ വുഡ് ലൈക്ക് ടു ആസ്ക് യു ആർ ഓൾസോ ഡൂയിങ് യുവർ പാഷൻ. സോ ഇതിൽ ഒരു ഹാപ്പി മൊമെൻ്റ് അല്ലെങ്കിൽ ഹാപ്പിയസ്റ്റ് തിങ് യു ഹാഡ് എക്സ്പ്ലെയിൻ ചെയ്യൂ. ഇപ്പം ഹാപ്പി മൊമെൻ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ 1 ഡേ മസാജിനൊക്കെ ആൾ വരാറുണ്ട് എന്നുള്ളത്. അപ്പോൾ അവർ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് കുളി കഴിഞ്ഞ് ഇറങ്ങി കാണുമ്പോൾ തന്നെ എന്തായിരുന്നു ഫീലിംഗ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഭയങ്കര റിലാക്സ്ഡായി അങ്ങനെയൊക്കെ പറയുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഒരു സന്തോഷമാണ്. അവർക്കൊരു ആ ഒരു 1.5 മണിക്കൂറിൽ നമുക്ക് നല്ലൊരു റിസൾട്ട് കൊടുക്കാൻ പറ്റിയല്ലോ എന്നുള്ളത്. അതേപോലെ ട്രീറ്റ്മെൻറ്റ്സ് ആണെങ്കിലും ഇപ്പം എനിക്കൊരു UN വർക്ക് ചെയ്യുന്നൊരു കൺസൾട്ടൻ്റ്, അവരിപ്പോൾ ഒരു 4-5 വർഷമായിട്ട് അവർ എൻ്റെ അടുത്ത് ട്രീറ്റ്മെൻറ്റിനായും റിലാക്സേഷനായിട്ടും ഒക്കെ വരുന്ന ആളാണ്. അപ്പം ആള് വന്നിട്ടുണ്ടായിരുന്നത് ലോ ബാക്ക് പെയിൻ ആയിട്ടായിരുന്നു. എന്ന് വെച്ചാൽ ഡിസ്ക് ബൾജും കാര്യങ്ങളും ഒക്കെ ആയിട്ടായിരുന്നു ഇവിടെ ട്രീറ്റ്മെൻറ്റിന് വന്നത്. ഒരു പ്രത്യേക അത് ഡിസ്ക് ബൾജ് അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ആയിട്ടായിരുന്നു അവരിവിടെ ട്രീറ്റ്മെൻറ്റിന് വന്നത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൾക്ക് ബാക്ക് പെയിൻ വന്നു, പിന്നെ ഒരു സ്റ്റെപ്പ് അനങ്ങാൻ പറ്റുന്നില്ല. അങ്ങനെ നമ്മളെടുത്ത് ട്രീറ്റ്മെൻറ്റിന് വന്നു, ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഇവരൊക്കെ ഉണ്ടായിരുന്ന ഒരു കൺസേൺ എന്ന് വെച്ചാൽ UN ജോബിൻ്റെ ഇൻ്റർവ്യൂസും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചിലപ്പോൾ അവർക്ക് ട്രാവൽ ചെയ്യേണ്ടി വരും. അതുമല്ല, അത് കഴിഞ്ഞിട്ടൊരു 1 മന്ത് എന്തോ അവർ എൻ്റെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നത് ഏപ്രിലോ അങ്ങനെ എന്തോ. അപ്പം മെയ് മാസം അവരെന്തോ ഉത്തരാഖണ്ഡ് എവിടെയോ ട്രക്കിങ്ങോ കാര്യത്തിനോ ഒക്കെ പോവാണ്. അപ്പം ഇതൊക്കെ നടക്കുമോ, അല്ലെങ്കിൽ ഇനി എനിക്ക് യാത്ര ചെയ്യാൻ പറ്റുമോ, ഇനി എനിക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റുമോ, ഇങ്ങനെ ഒരുപാട് കൺസേൺസ് ഉണ്ടായിരുന്നു. അപ്പം ആ ഒരു ആൾ 14 ഡേയ്സ് ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞതോടുകൂടെ ആൾ നല്ല രീതിയിൽ നടക്കാനും ആൾ ഡ്രൈവ് ചെയ്യാനും ഒക്കെ തുടങ്ങി. ഒരു എന്താണെന്ന് വെച്ചാൽ അവർ ഈ ട്രിപ്പ് പോവുകയും ഹോഴ്സ് റൈഡിങ് ചെയ്യുക ഇങ്ങനെയൊക്കെ ചെയ്തു. അപ്പം ഭയങ്കര ഹാപ്പി ആയിട്ട് ഈ ട്രിപ്പൊക്കെ കഴിഞ്ഞപ്പം എൻ്റെ അടുത്ത് വന്നിട്ട് അവർ ഫാമിലിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പറയായിരുന്നു, അപ്പം ഞങ്ങൾക്കൊക്കെ ചില സമയത്ത് ടയർഡ്നെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ആൾ ഭയങ്കര കൂളായിരുന്നു ട്രിപ്പിൽ മൊത്തം. അപ്പം കൂടെയുള്ള ഫ്രണ്ട്സൊക്കെ ചോദിക്കുമായിരുന്നു, കാരണം ഈ ആൾ ട്രിപ്പിന് വരുമെന്ന് പോലും എല്ലാവർക്കും ഈ ഒരു ഇൻസിഡൻറ്റിൻ്റെ ശേഷം ഡൗട്ടായിരുന്നു. അപ്പം ഇത്രയും ഒരു ട്രാൻസ്ഫോർമേഷൻ നടത്തിയതിന് അവർ ഭയങ്കരമായിട്ട് താങ്ക്സ് പറഞ്ഞു. പിന്നെ ഒരുപാട് പേഷ്യൻസിനെ റെഫർ ചെയ്തു. അപ്പം അങ്ങനത്തെ ഒരു മൊമെൻറ്റ്സൊക്കെ നമുക്ക് ഭയങ്കര ഒരു മോട്ടിവേഷനാണ്. ഓക്കെ, ഓഫ് കോഴ്സ് നമുക്ക് എന്താ വെച്ചാൽ നമ്മുടെ മൈൻഡ് ആൻഡ് ഗട്ട് ഇത് രണ്ടും റിലേറ്റഡ് ആണ് അല്ലേ, തിങ് ഓൾസോ. സോ ഈ മൈൻഡിനെ ക്ലിയർ ചെയ്യുക എന്നുള്ളതും അതുപോലെ തന്നെ ഗട്ട് ഫ്രീ ആക്കുക, അതുപോലെ നമ്മളെ ബോഡി റീഫ്രഷൻ ചെയ്യുക എന്ന് പറയുന്നതും വെരി വെരി ഇമ്പോർട്ടൻറ്റ് തിങ് ആണ്. നൗ ഡേയ്സ് ഇൻ ദ ഫാസ്റ്റ് വേൾഡ് വി ആർ ഫോർഗെറ്റിംഗ് അബൌട്ട് അവർ സെൽസ് വെൻ വി ആർ ഏർണിംഗ് ഹാപ്പിനെസ് ഓർ ഫോർ എനിത്തിങ് സാക്രിഫൈസ് ചെയ്യുമ്പോഴൊക്കെ. So it's very important nowadays, and that too I'm very happy to be talking to you because നിങ്ങൾ വളരെ ട്രഡീഷണലിനെ ഒരു ഇന്നോവേഷൻ രീതിയിലും എന്തൊക്കെ ലേറ്റസ്റ്റ് കൊടുക്കാൻ പറ്റും ഇതൊക്കെയാണല്ലോ. അപ്പോൾ എനിക്ക് ഒരു ക്വസ്റ്റ്യനും കൂടി ചോദിക്കാനുള്ളത്, ലൈക്ക് ഹൗ യു ആർ ഗോയിങ് ടു ഡു ദ ന്യൂ തിങ്സ്, അതായത് എന്തൊക്കെ പുതിയ കാര്യങ്ങൾ നിങ്ങൾ കൊണ്ടുവരുന്നുണ്ട് നെക്സ്റ്റ് കമ്മിങ് ഇയേഴ്സിൽ? പുതിയ കാര്യങ്ങൾ കൊണ്ടുവരുന്നുണ്ട് എന്നുള്ളത് പുതിയ കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ. എനിക്ക് മെനോപോസിൽ കുറച്ചുകൂടെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പ്ലാനിലുണ്ട്. അപ്പോൾ അതിപ്പോൾ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് വന്ന് തുടങ്ങുന്നേ ഉള്ളൂ. ആ ഒരു ഏരിയ, പിന്നെ അതിൽ പറ്റാവുന്ന അത്ര അവയർനെസ് കൊടുക്കുക എന്നുള്ളത് ഒക്കെയാണ് ഇങ്ങനെ എന്താ പറയുക പ്ലാൻ ഓഫ് ആക്ഷനിൽ ഉള്ളത്. അതിൻ്റെ കൂടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ എല്ലാവരുടെ അടുത്തും പറയുന്നതാണ്, ഒരു രോഗിയായിട്ട് വേണ്ട ഒരിക്കലും ഒരു ആയുർവേദ ചികിത്സയ്ക്ക് വേണ്ടി വരേണ്ടത്. കാരണം ആയുർവേദം എന്ന് പറയുന്നത് വേ ഓഫ് ലിവിങ് ആണ്. ഇപ്പം നമ്മൾ ഓരോ സീസണിലും ഫോളോ ചെയ്യേണ്ട കാര്യങ്ങൾ ആയുർവേദത്തിൽ പറയുന്നുണ്ട്. അല്ലെങ്കിൽ എങ്ങനെയായിരിക്കണം നമ്മുടെ ഒരു ഡേ, പെർട്ടിക്കുലർ സീസണിൽ നമ്മൾ എങ്ങനെയായിരിക്കണം നമ്മുടെ ഡേ, കാര്യങ്ങളൊക്കെ ആയുർവേദത്തിൽ പറയുന്നുണ്ട്. അപ്പം അങ്ങനത്തെ കാര്യത്തിൽ കൂടുതലായിട്ട് ഒരു ആയുർവേദ ഇവാഞ്ചലിസ്റ്റ് ആവാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പം അതിൻ്റെ അങ്ങനെയൊക്കെ മുന്നോട്ട് പോകണം എന്നാണ് ആഗ്രഹിക്കുന്നത്. ഓക്കെ ഓക്കെ
സോ ദാറ്റ് ഈസ് എ വെരി ഗുഡ് ന്യൂസ്. കാരണം എന്താ വെച്ചാൽ നമ്മളൊരു ഫീൽഡിൽ അത്രയും ഇത് ചെയ്യുക, പിന്നെ ചെയ്യണത് ആൾക്കാർക്ക് ഗുണമാകുക, ഒരു സമൂഹത്തിൽ തന്നെ അതൊരു മാറ്റം കൊണ്ടുവരിക, അതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിങ്ങാണ്. സോ ഐ എം വെരി ഹാപ്പി. ഗ്രേറ്റ് വർക്കാണ് യു ആർ ഓൾസോ ഡൂയിങ്. സോ വി ക്യാൻ താങ്ക് വെൻ ഫോർ വെൻറ്റർ സീരീസ് ഫോർ ഗിവിങ് അസ് ദിസ് ഓപ്പർച്യൂണിറ്റി. സോ ആസ് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മളെക്കുറിച്ച് അറിയാനും ആൻഡ് ഇത് നിങ്ങൾക്കും യൂസ് ആവുമെന്ന് വിചാരിക്കുന്നുണ്ട്. സോ താങ്ക് യു വെരി മച്ച്. താങ്ക് യു.